അച്ചു, സച്ചി, വാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇരിക്കും, അമ്മ വെള്ളം വിതരാം. ഇരിക്കു സച്ചേട്ടാ. എനിക്ക് വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാ. അത് വെറുതെ തിരക്കിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല, എനിക്കറിയാം. ഓഫീസിൽ പോയിട്ട് പട്ടിണി ഇരിക്കാനില്ലേ, അത് വേണ്ട, കഴിച്ചിട്ട് പോയാ മതി. വാ. അല്ല, ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞതാ. അതെ, നല്ല ഒന്നാന്തരം നീർദോശയാ. കഴിക്കു സച്ചി. ആഹാ, അടിപൊളി. എന്നാ പിന്നെ ഒരെണ്ണം കഴിക്കാം അല്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എനിക്ക് നിർദോശയില് ചമ്മന്തി പാക്ക് ചെയ്ത് തന്നാ മതി, ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചോളാം. ലഞ്ചിനൊക്കെ വേറെ പാക്ക് ചെയ്ത് തരാം. ഇപ്പൊ എന്റെ കൂടെ ഒരെണ്ണം കഴിക്കു സച്ചേട്ടാ. അത് കഴിക്കാം. ആഹാ, ഇത് പൊളിച്ചു. ഇന്നത്തെ ലഞ്ച് കലക്കും. അതെ, ഓണസദ്യ ഉണ്ണാൻ എനിക്ക് കൊതിയാവുന്നുണ്ട്, അതും എല്ലാവരും ഒരുമിച്ചിരുന്ന്. നെയ്ദോശയും വറുത്തരച്ച ചമ്മന്തിയും പണ്ട് പെരുവണ്ണാപുരത്ത് വീട്ടിൽ വെച്ച് മുത്തശ്ശി ഉണ്ടാക്കി തന്നിരുന്നതാ. അതിന്റെ രുചി ഇപ്പോഴും നാവിൽ നിന്ന് പോയിട്ടില്ല. മീരെ, അലമാല ഒരു ടിഫിൻ ബോക്സ് ഇരിപ്പുണ്ട്. സച്ചിക്ക് കൊണ്ടുപോകാനുള്ള ദോശ അതിനകത്ത് വെച്ചാൽ മതി. ചെല്ല്. ശരി അമ്മേ. അമ്മ കഴിക്കുന്നില്ലേ? ഞാൻ മാഷ വന്നിട്ട് കഴിച്ചോളാം, നിങ്ങൾ കഴിക്കേ. ഓ, നീർദോശ. എന്റെ സച്ചേട്ടാനെ സമ്മതിച്ചു. ഇത് എവിടുന്ന് സംഘടിപ്പിച്ചു? വീട്ടിൽ ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരുന്നു. അപ്പൊ ഞാൻ തന്റെ കാര്യം ആലോചിച്ചു. നല്ല മണം വരുന്നുണ്ട്, എനിക്ക് കൊതിയായിട്ട് പാടില്ല. എന്താ ഒരു സ്വാദം! ജീവിതത്തില് ഇനിയും ഇങ്ങനൊരു രുചി ആസ്വദിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതിയത് തന്നെ. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാം, അപ്പോ ആഗ്രഹിക്കുന്നതെന്തും നമ്മുടെ മുന്നിലേക്ക് വരും. ഇത് മാത്രമല്ല, നഷ്ടപ്പെട്ടു എന്ന് കരുതിയതെല്ലാം തിരിച്ചു കിട്ടും. അർച്ചന എത്ര ഭാഗ്യവതിയാ. എന്താ അങ്ങനെ തോന്നുന്നു? ഞാൻ പറഞ്ഞ വളരെ നിസ്സാരമായ ഒരു ആഗ്രഹം ഇത്രയും കാര്യമായിട്ട് എടുത്തില്ലേ? ആരുമില്ലാത്ത എന്നോട് ഇത്രയും ആത്മാർത്ഥത കാണിക്കുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ 1000 ഇരട്ടി ആത്മാർത്ഥതയോടെ ആയിരിക്കില്ലേ സച്ചേട്ടൻ അർച്ചനയുടെ ഓരോ ആഗ്രഹങ്ങളും നടത്തി കൊടുക്കുന്നത്?
അർച്ചനയുടെ ഒരാഗ്രഹവും ഞാൻ നടത്തി കൊടുക്കാതിരുന്നിട്ടില്ല. അവള് കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് ജീവിതത്തിൽ മറ്റെന്തും. അല്ല, താൻ കഴിക്കേ. ഈശ്വര, ഒന്നും കുളമാകാതെ നോക്കിക്കോണേ. വിഷ്ണു അവിട്ട നക്ഷത്രം. അനഘ ഉത്തരനക്ഷത്രം. അനഘ ഉത്തരനക്ഷത്രം. ആളില്ലേ? തിരുമേനി, അത് എന്റെ നാളാ. ഓ, കുട്ടിയാണോ അത്? എന്നാ വാങ്ങിക്കോളൂ. തിരുമേനി, ഈ അർച്ചനയ്ക്ക് എഴുതിയത് ആരാണെന്നറിയോ? ഏതോ ഒരു പയ്യനാ. ഇതുകൊണ്ട് തന്നിട്ട് ഇന്ന് പിറന്നാളാണ്, മറന്നുപോകാതെ അർച്ചന നടത്തണമെന്ന് പറഞ്ഞു. വാങ്ങിക്കോളൂ. ഈ പെണ്ണിനെ അവന്തിക്ക് അറിയാമോ? അറിയാം, നല്ലതുപോലെ അറിയാം. ആരായി പെണ്ണ്? ഇത് ലക്ഷ്മി, സച്ചിയുടെ പഴയ കാമുകി. അവൻ ഇവളെ കല്യാണം കഴിക്കാൻ വേണ്ടി കുറെ നാൾ പുറകെ നടന്നതാ. പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് അവൻ അവളെ വിവാഹം കഴിക്കാൻ സാധിച്ചില്ല. അവളിപ്പോ മറ്റൊരാളെ വിവാഹം കഴിച്ച അമേരിക്കയിലാ. പിന്നെ ഇപ്പൊ എങ്ങനെ തിരിച്ചു വന്നു? ഡിവോഴ്സ് ആണോ? അതറിയില്ല. പക്ഷെ ഇവൾ അർച്ചനയ്ക്ക് ഒത്ത എതിരാളി തന്നെയാ. മൂർത്തി, ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ മറ്റൊരു പുരുഷനോ സ്ത്രീയോ ഉണ്ടാവാന്ന് പറഞ്ഞ അതിനർത്ഥം ഒരു കുടുംബജീവിതം കുളം തോണ്ടാൻ തുടങ്ങിയെന്നാ.